ഓക്കെ. അപ്പൊ ഈ 200 രൂപയ്ക്ക് ഞങ്ങൾ എന്താ നിങ്ങളുടെ നക്കാപ്പിച്ച 200 രൂപയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്? 200 രൂപയ്ക്ക് വേണ്ടി റീഫണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. 4 മണിക്കൂറായിട്ട് ഇവിടെ വെയിലത്ത് തന്നെ നിൽക്കുക, ഈ പുറത്ത് നിൽക്കുക. ഈ രാത്രി ഇപ്പൊ നാളെ രാവിലെ നേരം വെളുത്തിട്ട് പറഞ്ഞാൽ മതി ചേട്ടാ. ചേട്ടാ, നിങ്ങളൊരു ബസ്സിന്റെ മുതലാളിയാണ്, അതനുസരിച്ച് നിങ്ങൾ സംസാരിക്കണം. ഇതിനകത്ത് സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, പിള്ളേര്, കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോ 200 രൂപ ചേട്ടൻ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറയുന്നത് ഒട്ടും മര്യാദയല്ല. ഓക്കെ, ചേട്ടന് 50% ഓഫ് ആ ടിക്കറ്റിന്റെ റേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 40 എങ്കിലും ചെയ്തേ പറ്റുള്ളൂ. 40% ഓഫ് ദ ടിക്കറ്റ് അതും ചെയ്യാൻ പറ്റില്ല. അപ്പോ ചേട്ടൻ അപ്പൊ വേറൊരു ബസ് അറേഞ്ച് ചെയ്ത് തരുമോ? ഞങ്ങൾക്ക് റീഫണ്ട് വേണ്ട, അതും പറ്റില്ല. ചേട്ടാ, നിങ്ങളുടെ വണ്ടിയിൽ ഇത്രയും യാത്രക്കാരുണ്ട്, നിങ്ങൾ ഇത്രയും യാത്രക്കാരെയാണ് മുഷിപ്പിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ അറേഞ്ച് ചെയ്ത് തന്ന വണ്ടിയുടെ ഗുണവും നിലവാരം ഒന്നും പറയില്ല. ചേട്ടൻ എവിടെയാ ഇരിക്കുന്നത് എനിക്കറിയില്ല. ചേട്ടൻ ബാംഗ്ലൂർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വണ്ടിയുടെ ഗുണനിലവാരം ഒന്ന് കണ്ടോ, ഉറപ്പിക്കാവോ? അല്ല, വണ്ടിക്ക് വൈപ്പർ ഇല്ല, നമ്പർ പ്ലേറ്റ് ഊരി വെച്ചായിരുന്നു. നമ്പർ പ്ലേറ്റ് പോരാ നേരത്തെ എടുത്ത് പിടിപ്പിച്ച് വെച്ചേക്കണേ. നമ്പർ പ്ലേറ്റ് ചാർജിങ് അതന്നെ ഞങ്ങള് പറഞ്ഞേ. വണ്ടി ടെസ്റ്റിൽ കിടന്ന വണ്ടി എടുത്തോണ്ട് വന്നു ഞങ്ങള് പറഞ്ഞേ. ചേട്ടാ, കട്ടപ്പുറത്തിരുന്ന വണ്ടി എടുത്തോണ്ട് വന്നു എന്ന് തന്നെയാണ് ഈ പറഞ്ഞത്. ചേട്ടാ, ഞങ്ങൾക്ക് റീഫണ്ട് വേണം. നിങ്ങൾ സാധാരണ റീഫണ്ട് തരണേ എപ്പോഴാ? വണ്ടി ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വണ്ടി ഇവിടുന്ന് എടുക്കണേന്റെ സമയത്തെങ്കിലും പറയണം. ഇത് അതൊന്നും അല്ല. വണ്ടി ഇപ്പൊ വരും 10 മിനിറ്റ് അരമണിക്കൂർ എന്ന് പറഞ്ഞ് 12 മണി ആയപ്പോഴാണ് വണ്ടി വന്നേക്കണേ. ചേട്ടാ, 200 രൂപ ചേട്ടാ, 200 രൂപയും കൊണ്ട് ഇവിടെ ആരും സംഭവിക്കുന്നത്. ചേട്ടാ, 200 രൂപ തരാണ്ടിരിക്കണായിരിക്കും. ചേട്ടന് ക്രിസ്മസോ ചേട്ടന് ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇനിയും ചേട്ടന് വേണ്ടിയിട്ടുള്ള ചേട്ടൻ അതുകൊണ്ട് നന്നാവുന്നെങ്കിൽ നന്നായിക്കോ. അപ്പൊ ഇതിന് തീരുമാനം പറ. ഓക്കെ.